ഹേ എവരിവൺ, അഫ്ലൈൻ മാർക്കറ്റിംഗിന്റെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷന്റെ പാർട്ട് വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ പിന്നീട് കമന്റ് ഇട്ട് ചോദിച്ച ഡൗട്ട്സ് ആണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത്. ഫസ്റ്റ്, ഇപ്പോഴും ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് വീഡിയോസ് എവിടുന്ന് ഫൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വീഡിയോ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്രൊഡക്റ്റ് നമ്മൾ കറക്റ്റ് സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ 3 ടൈപ്പിൽ നമ്മൾ സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. ഇതിലേതെങ്കിലും ഒരു നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. അതായത് മറ്റുള്ളവർക്ക് നല്ല ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കിട്ടുന്നതിനായിട്ട് ആ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്ത് നമ്മൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ DMൽ വരും. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ മീഷോയിലുള്ള പ്രൊഡക്റ്റ് അല്ല, ഇത് വേറെ ആപ്സിലുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ പ്രൊഡക്റ്റിൻ്റെ നെയിം കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു പ്രൊഡക്റ്റ് മീഷോയിൽ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഈ നെയിം നമ്മൾ മീഷോയിൽ സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മീഷോയിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന അവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് മീഷോയിൽ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ആ പ്രൊഡക്റ്റ് വിഷ് ലിസ്റ്റിൽ ഇട്ട് വയ്ക്കാം. ഇപ്പം നമ്മുടെ ഇവിടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു വീഡിയോ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായിട്ട് ഈ പ്രൊഡക്റ്റിൻ്റെ നെയിം നമ്മൾ ഇൻസ്റ്റഗ്രാമിലും പിൻട്രസ്റ്റിലും സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഒരുപാട് വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. ഈ വീഡിയോസിൽ നിന്ന് നല്ല ക്ലാരിറ്റി ഉള്ള ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് വേണം സെലക്ട് ചെയ്യാൻ. പിൻട്രസ്റ്റിലൂടെ വീഡിയോ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ വേറെ എല്ലാവരുടെ വീഡിയോസ് അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. സോ നമ്മൾ കൂടുതലും പുറത്തുള്ളവരുടെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഡൗൺലോഡ് ചെയ്ത വീഡിയോ ആയാലും അതിൽ എഡിറ്റ് ചെയ്ത് കുറച്ച് ചേഞ്ച് എല്ലാം വരുത്തിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാനിപ്പോൾ 2 കാര്യങ്ങളാണ് ക്ലിയർ ചെയ്തത്. പ്രൊഡക്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെർച്ചിൽ പോയിട്ട് ട്രെൻഡിങ് പ്രൊഡക്ട്സ് എന്നൊക്കെ സെർച്ച് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മൾ റാൻഡായിട്ട് ഏതെങ്കിലും റീൽസ് കാണുന്ന സമയത്തോ ഷോർട്സ് കാണുന്ന സമയത്തോ അവിടുന്ന് നമുക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ നെയിം മനസ്സിലാക്കിയിട്ട് ആ ഒരു നെയിം കറക്റ്റായിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരുപാട് വീഡിയോസ് കാണും. അതിന് ഏറ്റവും നല്ല ക്ലിയർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള വീഡിയോ സെലക്ട് ചെയ്യുക. ആ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി ഡൗൺലോഡ് ചെയ്ത വീഡിയോസിൽ എഡിറ്റ് ചെയ്ത് കുറച്ച് ചേഞ്ച് വരുത്തണം. ആൻഡ് ആ ഒരു വീഡിയോയിൽ അവരുടെ ലോഗോയോ അക്കൗണ്ടിൻ്റെ നെയിമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട. മാക്സിമം അങ്ങനത്തെ വീഡിയോസൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ടുള്ള വീഡിയോ തന്നെ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഫോളോവേഴ്സ് ആക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ആ ഒരു അക്കൗണ്ട്സൊക്കെ നമ്മൾ ഡെയിലി ഫോളോ ചെയ്യണം, അൺഫോളോ ചെയ്യണം. ഇത് ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. പെർമനൻ്റ് ആയിട്ട് ഈ ഫോളോവേഴ്സ് നമുക്ക് കിട്ടണമെന്നൊരു ഉറപ്പില്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഒരു 100 ഫോളോവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ട്രിക്ക് യൂസ് ചെയ്യാം. കാരണം നമുക്ക് 100 ഫോളോവേഴ്സ് ആയാലേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് അത്യാവശ്യം വ്യൂസ് കയറുള്ളൂ. എഡിറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇൻഷോട്ട്, VN, CapCut യൂസ് ചെയ്തിട്ടുള്ള എഡിറ്റിങ്ങും പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ബാക്കി ഡൗട്ടെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാം.